ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 3 ശ്ലോകം 9. തൻ്റെ രോഗം മാറ്റാതിരുന്നാൽ ഗുരുവായൂരപ്പനും ദുഷ്കീർത്തി ഉണ്ടാവും എന്ന് പറയുന്നു 9ാമത്തെ ശ്ലോകത്തിൽ. അതായത് ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ സഖ്യഭാവത്തിലാണ് ഇതിലെ പ്രാർത്ഥന. തനിക്ക് ദുഷ്കീർത്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ സ്വാർത്ഥം വിചാരിച്ചിട്ടെങ്കിലും എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നാണ് കവി അപേക്ഷിക്കുന്നത്. 9ാമത്തെ ശ്ലോകം. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ജോ ബിസുഖിനോ ഭവസ്നേഹി സോഹം സുബഹുപരിതപ്യേ ജഗമിദം അകീർത്തിസ്തേ മാ ബോധ വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സംചടിതി ഗുരുമാം കംസദമന. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ജഃ അപി സുഖിനോ മവ സ്നേഹി സഹ അഹം സുബഹുപരിതപ്യേ ച കിം ഇദം അകീർത്തിഃ തേ മാ ബോധ വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ചെടിതി ഗുരുമാം കംസദമന. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ജോ ബിസുഖിനോ ഭവസ്നേഹി സോഹം സുബഹുപരിതപ്യേ ജഗമിദം അകീർത്തിസ്തേ മാ ബോധവരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ജഡിതി ഗുരുമാം കംസദമന. മരുദ്ഗേഹാദീശ, ഗുരുവായൂരപ്പ, ത്വയി, നിന്തിരുവടിയുടെ പേര്, പരാഞ്ജഹ അബി, വിമുഖന്മാരായിട്ടുള്ളവർ പോലും, സുഖിനഹ ഖലു, സുഖമായി തന്നെ ഇരിക്കുന്നു, ഭവസ്നേഹി സഹാഹം, അവിടുത്തെ ഭക്തനായി ഞാൻ, സുബഹു പരിതപ്യേജ, വളരെയേറെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഇതം കിം, ഇതെന്താണ്? പരദാ കംസദമന, ഭക്താഭീഷ്ടപ്രദനും കംസഹന്താവുമായ ഭഗവാനെ, തേ, നിന്തിരുവടിക്ക്, അകീർത്തി മാ ബോധ്, ദുഷ്കീർത്തി ഉണ്ടാവാൻ ഇടവരരുത്, ഗതഭാരം പ്രശമയൻ, രോഗമെല്ലാം തീരെ മാറ്റി, മാം ചെടിതി, എന്നെ വേഗത്തിൽ, ഭവത് ഭക്തോത്തംസം ഗുരു, അവിടുത്തെ ഭക്തന്മാരിൽ അഗ്രേസരനാക്കിയിട്ട് തീർക്കണേ. ഗുരുവായൂരപ്പ, നിന്തിരുവടിയുടെ പേരിൽ വിമുഖന്മാരായിട്ടുള്ളവർ പോലും സുഖമായി തന്നെ ഇരിക്കുന്നു. അവിടുത്തെ ഭക്തനായി ഞാൻ വളരെയേറെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഇതെന്താണ്? ഭക്താഭീഷ്ടപ്രദനും കംസഹന്താവുമായ ഭഗവാനെ, നിന്തിരുവടിക്ക് ദുഷ്കീർത്തി ഉണ്ടാവാൻ ഇടവരരുത്, രോഗമെല്ലാം തീരെ മാറ്റി എന്നെ വേഗത്തിൽ അവിടുത്തെ ഭക്തന്മാരിൽ അഗ്രേസരനാക്കി തീർക്കണേ. അതായത് ഗുരുവായൂരപ്പന് ദുഷ്കീർത്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, അങ്ങനെ ഒരു സ്വാർത്ഥം വിചാരിച്ചിട്ടെങ്കിലും എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നാണ് കവി അപേക്ഷിക്കുന്നത്. പരത എന്ന സംബോധന കൊണ്ട് പ്രഹ്ലാദനെയും ഗജേന്ദ്രനെയും മറ്റും രക്ഷിച്ചതുപോലെ തന്നെയും രക്ഷിക്കണമെന്നും, കംസദമന എന്നതുകൊണ്ട് കംസനെ നിഗ്രഹിച്ചതുപോലെ തൻ്റെ രോഗത്തെയും നിഗ്രഹിക്കണമെന്നും സൂചിപ്പിച്ചിരിക്കുന്നു. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ജോ ബിസുഖിനോ ഭവസ്നേഹി സോഹം സുബഹുപരിതപ്യേ ജഗമിദം അകീർത്തിസ്തേ മാ ബോധവരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ജഡിതി ഗുരുമാം കംസദമന. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ജോ ബിസുഖിനോ ഭവസ്നേഹി സോഹം സുബഹുപരിതപ്യേ ജഗമിദം അകീർത്തിസ്തേ മാ ബോധവരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ജഡിതി ഗുരുമാം കംസദമന. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ജോ ബിസുഖിനോ ഭവസ്നേഹി സോഹം സുബഹുപരിതപ്യേ ജഗമിദം അകീർത്തിസ്തേ മാ ബോധവരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ജഡിതി ഗുരുമാം കംസദമന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.